ഒരു കാര്യം നിങ്ങളോട് പറയുള്ളൂ, സമയം ആർക്കും വേണ്ടി നിൽക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പേരൻസിന് പ്രായം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽഡ് ആണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നാലാമത്തെ കാര്യം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസിലും അതുപോലെ ബ്രേക്കപ്പിലും പോയിട്ട് ഈ ശോകം അടിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിരിക്കും. ഓക്കെ, നിൽക്കേണ്ട ആൾക്കാർ നിൽക്കും, പോകേണ്ട ആൾക്കാർ പോകും. അത് എന്തൊക്കെ കാണിച്ചാലും അതങ്ങനെ വരത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ ഈ നല്ലൊരു ഫിസിക്ക് കാണിച്ചിടുന്ന ആൾക്കാർ ഒരിക്കലും 1, 2, 3 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല, വർഷങ്ങളോളം എടുത്തിട്ടാണ് നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ഡിസിപ്ലിനിൽ ലൈഫ് കൊണ്ടുവന്നിട്ടാണ് അവർ ആ ഒരു ഫിസിക്ക് അച്ചീവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതേ സമയത്ത് വേറെ ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോസ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, ഈ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു വട്ടപ്പൂജയായിട്ട് തന്നെ നമ്മൾ തീരും. എന്നിട്ട് പിന്നെ അയ്യോ പറ്റുന്നില്ലേ, തേങ്ങയാ മാങ്ങയാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ വരുമാനം വരുന്നുണ്ടോ, അതുപോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ പക്കയാണോ, അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണോ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അനാവശ്യമായിട്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. ഒരു ഫേക്ക് ആയിട്ടുള്ള വേൾഡാണ് ചുറ്റിനുള്ളത്, അതെപ്പോഴും ആലോചിക്കുക. ഓക്കെ.